ആളുടെ തട്ടിപ്പാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ 1999 മുതൽ 98 സെപ്റ്റംബറിലാണ് വിജയമല്യ സ്വർണം പൂശുന്നത്. അവിടെ മുതൽ 2025 വരെ, എൻ്റെ കാലം വരെ, ഈ പൂശിയ സ്വർണത്തെക്കുറിച്ചായാലും കുറവുന്ന സ്വർണത്തെക്കുറിച്ചായാലും ഇത്തരം അവതാരങ്ങളെക്കുറിച്ചായാലും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് വഴി ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. ഈ പൂജാവധി കഴിഞ്ഞ ഉടനെ തന്നെ അത് ആവശ്യപ്പെടും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നതാരാ? ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? ഇപ്പോൾ ആ വ്യാജ ആരോപണത്തിൻ്റെ കുഴിയിൽ അദ്ദേഹം തന്നെ വീണിരിക്കുന്ന കാഴ്ചയിൽ കാണുന്നുള്ളൂ. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ ഒട്ടേറെ കുഴപ്പങ്ങളിലേക്ക് ഇയാൾ പോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വാർത്ത രാവിലെ കണ്ടില്ല. നമ്മുടെ തിരുവേനിയുമായിട്ട് ശബരിമല മേൽശാന്തിയുമായിട്ട് ഇൻ്റർവ്യൂമായി ഇരുന്നത് കൊണ്ട് എനിക്ക് വാർത്ത കാണാൻ പറ്റിയില്ല. പക്ഷെ കേൾക്കുന്നത് ഒട്ടേറെ തട്ടിപ്പുകൾ, ഒട്ടേറെ പിരിവുകൾ ശബരിമലയുടെ പേരിൽ ഇദ്ദേഹം നടത്തിയെന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ 99 മുതൽ ഇങ്ങോട്ട് നടന്ന സകല ക്രമക്കേടുകളെക്കുറിച്ചും ഇത്തരം അവതാരങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അത് കൃത്യമായി കോടതിയെ അറിയിക്കും. ആരാ പറഞ്ഞ ബോധ്യപ്പെട്ടു എന്ന്? കാരണം ഇപ്പോഴല്ലേ പറയുന്നത്. ഇപ്പോഴല്ലേ നമുക്ക് സത്യത്തിൽ ഇദ്ദേഹത്തെ, നിങ്ങൾക്കായാലും ആരൊക്കെയായാലും നിങ്ങൾക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ, കോടതിക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണല്ലോ ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണല്ലോ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ച് നമ്മൾ ചെയ്തില്ലല്ലോ. ഞങ്ങളുടേതായ രീതിയിൽ ഒരു പ്രൊസീജിയർ അനുസരിച്ച് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അത് ബോർഡിനൊരു പങ്കാളിത്തവുമില്ല എന്ന് പറയുവാൻ, ആത്മവിശ്വാസത്തോടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അന്വേഷണത്തിന് പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ലേ. കൃത്യമായി അത് അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ SP തന്നെ, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് SP തന്നെ നന്നായി അന്വേഷിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുക്കും. ഒപ്പം തന്നെ ഞങ്ങളൊരു സമഗ്രമായ അന്വേഷണം കൂടി കോടതിയിൽ ആവശ്യപ്പെടും. സത്യത്തിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് 2019 വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം അന്വേഷിക്കണം. ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുന്ന നിലപാട് ബോർഡിനില്ല. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഞാൻ മനസ്സിലാക്കുന്നത്, ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്നും വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റുപറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അന്നത്തെ 2019 അതെല്ലാം ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ അതെല്ലാം വരും. എല്ലാം വരണമെന്നാണ് കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത്. അല്ല, ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുമാണല്ലോ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ തീർച്ചയായിട്ടും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള ഞാനും കൂടിയാലോചിച്ച് തന്നെയാണ് സമഗ്രമായ അന്വേഷണം വേണമെന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. ഒരു കാര്യം കൂടി, ഇന്ന് BJP നേതാവ് V. മുരളീധരനെ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് അതിലുണ്ടായിരുന്ന സ്വർണ്ണ വിളക്ക് മാറ്റിയിട്ടാണ് ചെമ്പുപാളികൾ കൊടുത്തത്. അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ 4 കിലോ സ്വർണ്ണം എന്നൊക്കെ പറയുന്നു, ഏത് അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കോടതി പറഞ്ഞത് 42 കിലോ 38 കിലോഗ്രാമായി മാറി. അത് ചെമ്പുൾപ്പെടെയാണ് ഈ കിലോഗ്രാം എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോയ 38 കിലോഗ്രാം ആണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, ഞങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത്. അതിൽ 397 ഗ്രാം ആണ് സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. 8 ഗ്രാം എന്ന് പറയുന്നത് 1 പവനാണ്. അങ്ങനെ വരുമ്പോൾ 397/8 എടുത്താലും ഏതാണ്ട് 49 ഗ്രാമാണ് വരുന്നത്, 49 പവനാണ് വരുന്നത്. ഇനി ഇതിൽ ഒരു 4 കിലോയുടെ കുറവ് വന്നാലും ആ 4 കിലോയിൽ ആനുപാതികം എടുത്താൽ എത്ര വരും? ഒരു 5 പവൻ കൂടെ കൂട്ടിക്കോട്ടെ. എങ്കിലും 55 പവനല്ലേ വരുള്ളൂ. 125 പവനാണ് 1 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അര കിലോഗ്രാം പോലും ഇല്ലാത്തൊരു കാര്യത്തെ 4 കിലോ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയൊക്കെ പറയുന്നത്, ഇതൊക്കെ പറയുന്ന വങ്കത്തരങ്ങൾ നമ്മൾ ആലോചിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ. അതൊക്കെ പറഞ്ഞോട്ടെ. അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റുമല്ലോ. ശരി, ഓക്കെ.